ഞാനിപ്പോൾ വന്നതേ വരണ്ടാന്ന് വിചാരിച്ചതാണ്. പിന്നെ വരാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഓരോ പോക്ക് ഇതെങ്ങോട്ടുമാണ് ഈ പോക്കെന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ആശാവർക്കർമാരുടെ എത്ര നാൾ കൊണ്ട് അവരവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഈ മഴയും ഇടിയും വെയിലും ഒന്നുമില്ലാതെ ഈ പേരും മഴയത്ത് ഈ തണുപ്പത്ത് അവർ കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ സർക്കാരിന് കണ്ണ് തുറക്കാത്തൊരു വല്ലാത്ത കഷ്ടം തന്നെയാണ്. സർക്കാർ അയാൾ അതിനകത്തിരുന്ന് സുഖിച്ച് നല്ല ഭക്ഷണങ്ങളും കഴിച്ച് ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ വിമാനത്തേലും പോയി കറങ്ങി അടിച്ച് സുഖിച്ച് ജീവിക്കുന്നു. ഈ പാവപ്പെട്ട ആശാവർക്കരന്മാർ കണ്ട് മറ്റുള്ള രോഗികളുടെ വീടുകളിൽ പോയി ചികിത്സിച്ച് അവരുടെ കഷ്ടപ്പാടുകളെല്ലാം അവരുടെ സ്വന്തം കഷ്ടപ്പാടുകളെല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് അതുപോലും കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഈ പിണറായി സർക്കാർ ഇത് എങ്ങോട്ടാണ് ഈ പോക്കെന്ന് ഒരു പിടിയുമില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു നാഥനില്ല കളരി തന്നെയാണ് ഇപ്പം നടക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. പിണറായി സർക്കാരിന് എല്ലാവർക്കും പേടിയാണ്. എന്തിനാണ് ഇവരെയൊക്കെ പേടിക്കുന്നത്? ഈ ഉമ്മൻചാണ്ടിയൊക്കെ ഭരിച്ചു, എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? അച്യുതാനന്ദൻ ഭരിച്ചു, എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? നയനാർ ഭരിച്ചു, എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? ഇയാൾ ഭരിച്ചപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്? കുറേ പോലീസുകാരുണ്ട്, അവന്മാരെ അഴിച്ചു വിട്ടിരിക്കുകയാണ് മറ്റുള്ളവരെ കൊല വിളിച്ച് വരാനായിട്ട്. സത്യം പറഞ്ഞ എൻ്റെ പൊന്ന് പിണറായി, ഇനിയെങ്കിലുമൊക്കെ പ്രായം കുറേ ആയില്ലേ, കുറേ വാരി കൂട്ടിയില്ലേ, ഇനിയെങ്കിലും ഒന്ന് വീട്ടിൽ പോയി ഇരുന്നൂടെ? ഈ പാവം ജനങ്ങളെ, ഇനിയുള്ള മക്കളെയെങ്കിലും, ഞങ്ങളെയൊക്കെ തിന്ന് കൊല വിളിച്ച് ഇയാൾ തീർന്നു, ഇനിയുള്ള മക്കളെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ചോട്ടെ. എൻ്റെ പൊന്ന് പിണറായി സർക്കാരെ, ദയവ് ചെയ്ത് നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മതിയാക്കി ഒന്ന് വീട്ടിൽ പോയി വിശ്രമിക്കുക. നിങ്ങൾ പ്രായമൊക്കെ ആയില്ലേ, പോയി വിശ്രമിക്കുക. ഇനിയുള്ള കൊച്ചുങ്ങളെങ്കിലും സ്വസ്ഥമായിട്ട് അവരൊന്ന് ജീവിച്ചോട്ടെ പ്ലീസ്.